ജോലിയോടൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി ഉദ്യോഗാർത്ഥികളുണ്ട്. മറ്റുള്ളവരെ പോലെ ഫുൾ ടൈം PSC പഠനത്തിനായി മാറ്റിവെക്കാൻ കഴിയാത്ത, എന്നാൽ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നം കൈവിട്ട് കളയാൻ തയ്യാറാകാത്ത നിരവധി പേർ. ഈ ഒരു യാത്രയിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടാകും അവരുടെ സ്വപ്നത്തിലേക്ക് എത്തിപ്പെടാൻ തീവ്രമായി പരിശ്രമിക്കുന്നത്. എന്നാൽ ഇനി പറയുന്ന ഒരു 10 കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജോലിക്കും പഠനത്തിനും ഇടയിലുള്ള ഒരു കൃത്യമായ ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്പർ 1, പെർഫെക്റ്റ് പ്ലാനിംഗ്. പ്ലാനിങ്ങിന്റെ തുടക്കത്തിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടുന്ന 3 ചോദ്യങ്ങളുണ്ട്. ചോദ്യം 1, എനിക്ക് എത്ര സമയം വർക്ക് ചെയ്യേണ്ടി വരും? ചോദ്യം 2, എനിക്ക് പഠിക്കാൻ വേണ്ടി എത്ര സമയം മാറ്റിവെക്കാൻ കഴിയും? ചോദ്യം 3, എത്ര സമയത്തെ ഉറക്കം എനിക്ക് അനിവാര്യമാണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സ്കെഡ്യൂൾ സെറ്റായി. നമ്പർ 2, ഏർലി മോർണിംഗ് സ്റ്റഡി. ജോലിയുടെ മാനസിക സമ്മർദ്ദം, യാത്രാക്ഷീണം എന്ന കാരണങ്ങളാൽ രാത്രി സമയങ്ങളിൽ പഠിക്കാനിരുന്നാലും വേണ്ടത്ര ഫോക്കസ് കിട്ടണമെന്നില്ല. റിവിഷൻ, മോക്ക് ടെസ്റ്റ് എന്നിവ ആ സമയത്തേക്ക് മാറ്റിവെച്ച് പുതിയ വിഷയങ്ങൾക്ക് ഒരു ഫ്രീ ആൻഡ് ഫ്രഷ് മൈൻഡോടുകൂടി അതിരാവിലെ പഠിക്കാൻ ശ്രമിക്കുക. നമ്പർ 3, ടൈം മാനേജ്മെന്റ്. ഒരു ദിവസം പഠിച്ചു തീർക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡെയിലി സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യുക. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാക്സിമം സമയം കണ്ടെത്തുക. ഈ പഠന കാലയളവിൽ മറ്റുള്ള എന്റർടൈൻമെന്റ്സ്, അനാവശ്യ യാത്രകൾ, സോഷ്യൽ മീഡിയ ഉപയോഗം പരമാവധി കുറയ്ക്കുക. പ്രയാസമേറിയ വിഷയങ്ങൾക്ക് ആദ്യം പ്രാധാന്യം നൽകുക. നമ്പർ 4, ആക്റ്റീവ് റീകോൾ. പഠിച്ചു തീർക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാൾ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കുന്നതിന് പ്രാധാന്യം നൽകുക. അതിനായി ഡെയിലി റിവിഷൻ, വീക്ക്ലി റിവിഷൻ, ടോപ്പിക് വൈസ് റിവിഷൻ ഇവയെല്ലാം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നമ്പർ 5, പ്രൊഡക്റ്റീവ് ഫ്രീ ടൈം. ഒഴിവ് സമയങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ജോലി സ്ഥലത്തേക്കുള്ള യാത്ര, ഉച്ചയ്ക്കുള്ള ബ്രേക്ക് ടൈം, തിരിച്ചു വീട്ടിലേക്കുള്ള യാത്ര, ബാത്റൂം ടൈം ഇവയെല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന സമയങ്ങളാണ്. നമ്പർ 6, ടേക്ക് എ ഗുഡ് കെയർ ഓഫ് യുവർ സെൽഫ്. ജോലിയും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ സ്ട്രെസ് ഫീൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും പഠനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്പർ 7, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ ഡിപ്പെൻഡ് ചെയ്യുക. ഒരു ടോപ്പിക്ക് സമയബന്ധിതമായി പഠിക്കുക എന്നത് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്കാണ്. ചുരുങ്ങിയ സമയത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം എത്തിച്ചു തരാൻ പറ്റുന്ന ഒരു മാർഗം നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. യൂട്യൂബ് വീഡിയോകളും ഇതിനായി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് പഠിക്കാം എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. നമ്പർ 8, ബൗണ്ടറി സെറ്റ്. ജോലിക്കും പഠനത്തിനും ഇടയിലായി ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. അതായത് ജോലി ചെയ്യുന്ന സമയം പഠനത്തെക്കുറിച്ചുള്ള ചിന്തകൾ വരാതെ നോക്കുക. അതുപോലെ തന്നെ പഠിക്കുന്ന സമയം ജോലിയെ പറ്റി ചിന്തിക്കാതിരിക്കുക. നമ്പർ 9, ഫൈൻഡ് ഫ്ലെക്സിബിൾ ജോബ്. ജോലിയോടൊപ്പം തന്നെ പഠനം കൊണ്ടുപോകുന്നവർ ഓവർ വർക്ക് പ്രഷർ തരുന്ന ജോലികളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് നിങ്ങളുടെ ഭാവിക്ക് അത്യാവശ്യമാണ്. എന്നാൽ സാമ്പത്തിക കാരണങ്ങളാലും ഉത്തരവാദിത്തങ്ങളാലും ജോലി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ കഴിയാത്തവർ കഴിയുമെങ്കിൽ പഠനം കൂടി കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ജോലികൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ആൻഡ് ഫൈനലി നമ്പർ 10, എഫക്റ്റീവ് വീക്കെൻഡ്സ്. വർക്ക് ഡേയ്സിൽ നിങ്ങളുടെ പഠനത്തിനായി മാറ്റിവെക്കാൻ സാധിക്കുന്നത് കൂടിപ്പോയാൽ 4 മുതൽ 5 മണിക്കൂർ വരെയാണ്. എന്നാൽ വീക്കെൻഡിൽ നിങ്ങളുടെ കയ്യിൽ ഇതിന്റെ 3 ഇരട്ടി സമയമുണ്ടാകും. ഈ സമയം എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നോ അത്രത്തോളം നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഈ 10 കാര്യങ്ങൾ ഇനി മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ജോലിക്കും പഠനത്തിനും ഇടയിൽ കൃത്യമായ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഓൾ ദ ബെസ്റ്റ്.